ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 22. പെസഹ എന്നറിയപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ സമീപിച്ചു. മുഖ്യപുരോഹിതന്മാരും വേദശാസ്ത്രികളും യേശുവിനെ എങ്ങനെ കൊല്ലാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ജനത്തെ ഭയപ്പെട്ടു. അപ്പോൾ 12 ശിഷ്യരിൽ ഒരാളായ ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ പ്രവേശിച്ചു. അയാൾ മുഖ്യപുരോഹിതന്മാരെയും നിയമപാലകരെയും സമീപിച്ച് യേശുവിനെ എങ്ങനെ അവർക്ക് ഒറ്റിക്കൊടുക്കാമെന്ന് കൂടി ആലോചിച്ചു. അവർക്ക് സന്തോഷമായി അയാൾക്ക് പണം നൽകാമെന്ന് വാക്കുകൊടുത്തു. യൂദ സമ്മതിച്ചു. ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കാൻ തക്കം കാത്തിരുന്നു. പെസഹ കുഞ്ഞാടിനെ യാഗം കഴിക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ ആദ്യ ദിനത്തിൽ യേശു പത്രോസിനോടും യോഹന്നാനോടും പോയി നമുക്ക് പെസഹ ഭക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് അയച്ചു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, പട്ടണത്തിൽ പ്രവേശിച്ചാലുടൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടും. അയാളെ പിന്തുടർന്ന് അയാൾ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുക. ആ വീട്ടുടമസ്ഥനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള വിരുന്നുശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുക. വിശാലവും വിരിച്ച് ഒരുക്കിയതുമായ ഒരു മാളികമുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക എന്ന് പറഞ്ഞു. അവർ പോയി യേശു തങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവിടെ പെസഹ ഒരുക്കി. സമയമായപ്പോൾ യേശു അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവിടുന്ന് അവരോട്, ഞാൻ പീഡ അനുഭവിക്കും മുമ്പേ നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. അതിന് ദൈവരാജ്യത്തിൽ പൂർത്തീകരണമുണ്ടാകും വരെ ഇനി അത് ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവിടുന്ന് പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത ശേഷം, ഇത് വാങ്ങി തമ്മിൽ പങ്കുവയ്ക്കുക. ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ ഇനി പാനം ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് അവിടുന്ന് അപ്പം എടുത്തു, സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ഭക്ഷിച്ച ശേഷം അവിടുന്ന് പാനപാത്രം കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാവുന്നു. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും അത് ചെയ്യുക എന്ന് അപ്പോൾ അവർ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി. തങ്ങളിൽ ആരെയാണ് മഹാനായി കരുതേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, വിജാതിയരുടെ രാജാക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. അവരുടെ മേൽ അധികാരം ഉള്ളവരെ ഉപകാരികൾ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഇളയവനെ പോലെയും നായകൻ സേവകനെ പോലെയും ആകണം. ആരാണ് വലിയവൻ? മേശയിൽ ഭക്ഷണത്തിനിരിക്കുന്നവനോ അതോ ശുശ്രൂഷിക്കുന്നവനോ? മേശയിൽ ഇരിക്കുന്നവനല്ലേ? എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാണ്. നിങ്ങളാണ് എൻ്റെ പരീക്ഷകളിൽ എപ്പോഴും കൂടെ നിന്നവർ. എൻ്റെ പിതാവ് എന്നെ രാജ്യം ഏൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യും. ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. അപ്പോൾ ശീമോൻ, കർത്താവേ, അങ്ങയോടുകൂടെ തടവിലാകാനും മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അതിന് യേശു, പത്രോസേ, എന്നെ നീ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയും വരെ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരോട്, പണസഞ്ചിയും തോൾസഞ്ചിയും ചെരുപ്പും ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്ന് ചോദിച്ചതിന്, ഇല്ല, ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. അനന്തരം അവിടുന്ന് അവരോട്, എന്നാൽ ഇപ്പോൾ പണസഞ്ചിയുള്ളവൻ അത് എടുക്കട്ടെ. അതുപോലെ തന്നെ തോൾസഞ്ചിയുള്ളവനും വാളില്ലാത്തവനോ തൻ്റെ പുറങ്കപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. അവൻ അതിക്രമികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്ന് എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് നിറവേറണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതിനെല്ലാം
പൂർത്തീകരണമുണ്ട് എന്ന് പറഞ്ഞു. കർത്താവെ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് അത് മതി എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. പിന്നെ യേശു പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യരും അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് അവരോട് പറഞ്ഞു. എന്നിട്ട് യേശു അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി മുട്ടുകുത്തി, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ബലപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷനായി. പിന്നെ പ്രാണവേദനയിൽ അതിതീവ്രതയോടെ യേശു പ്രാർത്ഥിച്ചു. തൻ്റെ വിയർപ്പ് ചോരത്തുള്ളികൾ പോലെ നിലത്ത് വീണു. പ്രാർത്ഥനയിൽ നിന്നും എഴുന്നേറ്റ് യേശു ശിഷ്യരുടെ അടുത്ത് ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവിടുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വന്നു. 12 ശിഷ്യരിൽ ഒരാളായ യൂദ ആയിരുന്നു മുമ്പേ നടന്നിരുന്നത്. അയാൾ യേശുവിനെ ചുംബിപ്പാൻ സമീപിച്ചു. യേശു അയാളോട്, യൂദയെ, മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ടാണോ നീ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യേശുവിൻ്റെ കൂടെയുള്ളവർ കണ്ടിട്ട്, കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ചു. അവരിൽ ഒരാൾ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ യേശു, നിർത്തു, ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. അനന്തരം യേശു തൻ്റെ നേരെ വന്ന പുരോഹിത മുഖ്യന്മാരോടും ദേവാലയത്തിലെ നിയമപാലകരോടും ജനപ്രമാണികളോടും, ഒരു കവർച്ചക്കാരൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായിട്ടാണോ വന്നിരിക്കുന്നത്? ഞാൻ ദിവസം തോറും ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്നെ പിടികൂടിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയവും ഇരുട്ടിൻ്റെ അധികാരവും തന്നെ എന്ന് പറഞ്ഞു. അവർ യേശുവിനെ പിടികൂടി മഹാപുരോഹിതൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പത്രോസ് അകലം പാലിച്ച് പിന്നാലെ ചെന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി ഒരുമിച്ചിരുന്നു. പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. പത്രോസ് അവിടെ ഇരിക്കുന്നത് തീയുടെ വെളിച്ചത്തിൽ ഒരു പരിചാരിയെ കണ്ടിട്ട് അവനെ സൂക്ഷിച്ചു നോക്കി. ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് നിഷേധിച്ചുകൊണ്ട്, സ്ത്രീയെ, ഞാൻ അദ്ദേഹത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് മറ്റൊരാൾ പത്രോസിനെ കണ്ടു. നീയും ആ കൂട്ടത്തിലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ, തീർച്ചയായും ഇയാൾ അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്, കാരണം ഇയാളും ഗലീലക്കാരനാണല്ലോ എന്ന് തറപ്പിച്ചു പറഞ്ഞു. അതിന് പത്രോസ്, മനുഷ്യ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അനന്തരം യേശുവിനെ പിടിച്ചുകൊണ്ടു പോയവർ തന്നെ പരിഹസിക്കാനും അടിക്കാനും തുടങ്ങി. അവർ യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി, താങ്കളെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവർ തനിക്കെതിരെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് ദുഷിച്ചു. നേരം പുലർന്നപ്പോൾ ജനത്തിൻ്റെ പ്രമാണികളും മുഖ്യപുരോഹിതന്മാരും വേദശാസ്ത്രികളും ഒരുമിച്ചുകൂടി യേശുവിനെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. താങ്കൾ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവരോട്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. എന്നാൽ ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ താങ്കൾ തന്നെയാണോ ദൈവപുത്രൻ എന്ന് എല്ലാവരും ചോദിച്ചതിന് യേശു, അതെ, ഞാനാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് മറുപടി നൽകി. അപ്പോൾ അവർ, ഇനി വേറൊരു സാക്ഷിയുടെ ആവശ്യം എന്തിനാണ്? ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നു തന്നെ നാം അത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു.